മദ്യനിർമ്മാണശാല അനുമതിയിലെ ഘടകകക്ഷികൾ വലിയ എതിർപ്പിലും പ്രതിഷേധത്തിലുമാണ്. പെട്ടെന്ന് ഇടതുമുന്നണി യോഗം വിളിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. തുടർ നീക്കങ്ങൾ നിർത്തിവെക്കണം അതുവരെ. അങ്ങനെ ഒരു ആവശ്യം മുന്നണിയുടെ മുമ്പാകെ വന്നു കഴിഞ്ഞിട്ടില്ല. RJD ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള യോഗം വിളിക്കണമെന്നുള്ളത്. അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം കഴിയാവുന്നത്ര വേഗത്തിൽ വിളിക്കുക എന്നുള്ളത് ഇത് മാത്രമല്ല, മറ്റു പ്രശ്നങ്ങളുമുണ്ട്, വിളിക്കേണ്ടുന്ന ആവശ്യങ്ങളുണ്ട്. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന നാനാതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളുണ്ട്. കേന്ദ്ര ബജറ്റ് ആ പ്രശ്നങ്ങളെല്ലാം മൂർച്ഛിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് ഒരു പൊതുരൂപമെടുത്ത് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെ കേരളത്തിൽ ഭരണപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പൊതുരീതി. അത് ആ നിലയിൽ ഉള്ളൊരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ മദ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം, കേരളത്തിൽ ആവശ്യമായ മദ്യം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് നേരത്തെ നയപരമായി തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രായോഗിക രൂപത്തിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ സാധാരണ നിലയിൽ ഏത് വകുപ്പാണോ ഇത് നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ ഏത് വകുപ്പാണോ ഈ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് ആ വകുപ്പിന് തുടർ നടപടികളിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. ഇപ്പൊ ഇതെല്ലാം ഏത് മുന്നണിയിൽ ഏത് പാർട്ടികൾക്കും ഇതിന്റെ മേലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും യോജിച്ച നിലപാട് തന്നെയാണ് ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായ ഒരു പാർട്ടി എന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതൊക്കെ വരും. അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നങ്ങളിലെല്ലാം യോജിച്ച നിലപാടെടുത്ത് മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ല, അതെനിക്കറിയില്ല. ഞാനിപ്പോ അടുത്തല്ലേ കൺവീനറായിരുന്നു. ഞാൻ കൺവീനർ ആകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷത്തെ 2023 മദ്യനയം ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ. അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ വന്നതിന് ശേഷമല്ല. ഇല്ല, അതെനിക്ക് പറയില്ല. അത് പരിശോധിച്ചെങ്കിലേ പറയാൻ കഴിയും. അത് പരിശോധിച്ചെങ്കിലേ പറയുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ ഇതിപ്പം മുൻ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഇങ്ങനെ ഈ മദ്യം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള നിലപാടെടുത്തതാണ്. അന്നേരം നടപ്പിലായില്ല എന്നുള്ളത്. നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. മദ്യം കേരളത്തിന് ആവശ്യമായ മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. കേരളത്തില് തൊഴിൽ സാധ്യത കൂടുതൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയും. നമ്മുടെ നാടിന് ലഭിക്കേണ്ടുന്ന വരുമാനം മറ്റ് കർണാടകയും അതുപോലുള്ള ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ നമുക്ക് വരുമാനം ലഭ്യമാക്കാൻ ആവശ്യമായ നിലപാടുകളിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ എന്തായിരുന്നാലും ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ ഔട്ട്ലെറ്റുകൾ, വിദേശ മദ്യത്തിന്റെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബാർ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ആവശ്യമായത്ര മദ്യം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായി ഇവിടെ സാധിക്കാവുന്ന നിലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിപ്പോ തീരുമാനിച്ചിട്ടില്ല. ഒന്നെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ CPIM-ന്റെ ജില്ലാ സമ്മേളനങ്ങളെല്ലാം നടക്കുകയാണ്. ഇപ്പൊ CPM-ന്റെ ഭാരവാഹികളും ഈ LDF യോഗത്തിൽ പങ്കെടുക്കേണ്ടുന്ന ഒരു പ്രധാന പാർട്ടികളാണ്. അപ്പൊ അതെല്ലാം സൗകര്യങ്ങളെല്ലാം നോക്കി മുഖ്യമന്ത്രിയുടെയും എല്ലാം കൂടിയാലോചന ഭാഗമായി കഴിയാവുന്നത്ര വേഗത്തിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അതാണ് ആ ഒരു സ്പിരിറ്റിലും ആ ആത്മാർത്ഥതയും നിങ്ങൾ ആ നിലയിൽ പരിഗണിക്കണം. അപ്പൊ അത് വിളിച്ചുകൂട്ടാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് ഇതെല്ലാം ഈ സൗകര്യങ്ങളെല്ലാം നോക്കി പരസ്പര ആശയവിനിമയം നടത്തി യോഗം വിളിച്ചുകൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും. മറ്റൊരു കാര്യം, കിഫ്ബി റോഡുകളിലേക്ക് ടോൾ പിരിക്കാനുള്ള ഒരു നിയമം സർക്കാർ നിലവിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ക്യാബിനറ്റിൽ ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടില്ലല്ലോ. വരട്ടെ, ആ സമയത്ത് നമുക്ക് ആലോചിക്കാം. അല്ല, അതല്ലേ അത് പരിശോധിച്ച LDF-നകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതിനെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ്. കിഫ്ബി വഴിയിൽ നിന്ന് എടുക്കുന്ന ഫണ്ട് അത് സൈറ്റിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇതൊന്നും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരുന്നു. നിങ്ങൾ ബഡ്ജറ്റ് വായിച്ചില്ലേ?
എന്താ കേരളത്തിനുള്ളത്? ഇപ്പൊ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് വൻകിട പദ്ധതികളിൽ ഇതുപോലുള്ള വരുമാനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ആ പ്രശ്നം LDF-നകത്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടേ പറയാൻ കഴിയുള്ളൂ. ഞാനതാകെ പരിശോധിച്ചിട്ടില്ല ഏതൊക്കെയാണെന്നുള്ളത്. ഇവിടെ അനൗൺസ് ചെയ്ത് വന്ന സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ബാധ്യത വരാനിടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുമല്ലേ? ഇല്ല, ജനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ നികുതി നിർണയത്തിന്റെയും കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമായി ജനങ്ങളല്ലേ അനുഭവിക്കുന്നത്. അതിന് ആ പ്രയാസത്തിൽ നിന്ന് ജനങ്ങളെ എങ്ങനെ ലഘൂകരിച്ചു കൊണ്ടുവരാം, അത്തരമൊരു നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.